ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ വെള്ളം നല്ല ചൂട് വെള്ളം ഉണ്ടാക്കിയിട്ട് തുടങ്ങാം, ഹെൽത്തി. പിന്നെ നമ്മൾ സാറ്റർഡേ ആയിട്ട് എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം നല്ല ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല ചപ്പാത്തി, നല്ല സോഫ്റ്റ് ചപ്പാത്തി. എല്ലാവർക്കും നല്ല ബാജിയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബാജി എടുക്കാൻ പറ്റില്ല, സമയം ഉണ്ടായിരുന്നില്ല ബാജി എടുക്കാനില്ല. നല്ല സോഫ്റ്റ് ചപ്പാത്തി ചുട്ടിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് പറമ്പിലേക്കൂടെ ഒന്ന് നടക്കാമെന്നൊക്കെ വിചാരിച്ചപ്പം ഇനി പറമ്പിലേ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൃഷിയുണ്ട് ചെറിയ, അവിടുന്ന് കുറച്ച് നല്ല നാടൻ പച്ച പയറങ്ങ് കിട്ടി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് പറിച്ചുകൊണ്ടുവന്ന് ഇതേ കണക്ക് നല്ല കുനുകുനാന്നരിഞ്ഞിട്ട് നല്ലോണം കുനുകുനാന്നരിഞ്ഞ് അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കിതുകൊണ്ട് നല്ല തേങ്ങ കുത്തിട്ടൊരു വറവ് വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം അതിൽ ഒരു ക്യാരറ്റ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അതിനകത്ത് ഇട്ടിട്ട് നല്ലോണം വറവാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലേക്കാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഭംഗിയോടൊപ്പം, നല്ല അടിപൊളിയായിട്ടുണ്ടായിന്. പിന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു നാടൻ ഭക്ഷണം തന്നെ ഇന്ന് വേണമെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരടുപ്പത്ത് കുറച്ച് സ്രാവ് ഇരിപ്പുണ്ടായിരുന്നു, ഉണക്ക സ്രാവ്. അപ്പം അതുകൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തക്കാളി ഉള്ളിയും പച്ചമുളകും സ്രാവൊക്കെ ഇട്ടിട്ടൊരു നാടൻ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നാടൻ ഭക്ഷണം സ്രാവ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാക്കാം. കാണാൻ നല്ല ഭംഗിയാണ്, മസാലയൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ നല്ല മണവും നല്ല രുചിയും ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് മസാല ഇട്ടിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ വളരെ കുറച്ച് ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അത് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് പൊത്തി വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അരപ്പായിട്ടുള്ള ചെറുള്ളി തേങ്ങ ജീരകമൊക്കെ ഇട്ടിട്ട് അരപ്പും അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉച്ചക്ക് ഈ കറിയൊക്കെ ഇടുന്നാറ്. ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ ഇളയമ്മേൻ്റെ മാമൻ്റെ ഒക്കെ വീട് ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. അപ്പം ഞങ്ങൾ ഊണിന് എല്ലാ കറിയും ഉണ്ടാവും, എല്ലാ വീട്ടിൽ നിന്നുള്ള കറി ഉണ്ടാവും. ഞങ്ങളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറിയൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ കപ്പക്ക വറവും പരിപ്പ് കറിയും പിന്നെ ഞങ്ങളുടെ പയർ. പിന്നെ നമ്മൾ ആലയിലേക്കൊന്ന് പോയി പാല് വാങ്ങാനായിട്ട് തിരിച്ചടിയുണ്ടാട്ടോ വന്നേ. പശുവിൻ്റെ അത്ര ഇഷ്ടമായില്ല അതൊന്നും നമ്മൾ വന്ന്. പിന്നെ നമ്മൾ ചായ വെച്ചിട്ട് അത് കുടിച്ചുകൊടുക്കുമ്പോൾ നല്ല പഴുത്ത ചക്ക കിട്ടിയത്. അപ്പോൾ വിചാരിച്ചു കാരയപ്പം ഉണ്ടാക്കാം, നല്ല ചക്കക്കാരയപ്പം ഉണ്ടാക്കാനും. ഈ ചേച്ചിയാണ് ചക്കക്കാരയപ്പം ഉണ്ടാക്കിയത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി ഈ ചക്കക്കാരയപ്പത്തിനൊക്കെ ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്, ശരിക്കും അടിപൊളിയാണ്. നല്ല ചക്കക്കാരയപ്പും നല്ല ചായയാണ് നമ്മൾ വൈകിട്ട് കുടിച്ചാൽ കാണാൻ എന്ത് ഭംഗിയാണ്.